എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഫർമേഷൻസ് എന്ന അതിശക്തമായ ഒരു മനഃശാസ്ത്ര തന്ത്രത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് കൂടുതൽ സുഖസമൃദ്ധിയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ കൂടുതൽ മോട്ടിവേഷൻസും ഫ്രീ ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അഫർമേഷൻസ് യൂസ് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. അഫർമേഷൻസ് എന്താണെന്നും അവ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നുവെന്നും അവയിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ശക്തികളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. അപ്പോ എന്താണ് അഫർമേഷൻ? ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ അല്ലെങ്കിൽ സ്ഥിരീകരണ പ്രസ്താവനകൾ എന്നെല്ലാം പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് നമ്മൾ പറയുന്നതും വിശ്വസിക്കുന്നതുമായ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെ നമുക്ക് ചുറ്റും സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ മനസ്സിന് ശക്തിയുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസിന്. അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന പ്രസ്താവനകളാണ് ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും, നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അത് പോസിറ്റീവായിരിക്കും. ഒരിക്കലും നമ്മൾ നെഗറ്റീവ്സിന് വേണ്ടി ഇത് പറയാറില്ല. നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ശക്തിയുള്ളവനാണ് അല്ലെങ്കിൽ ഞാൻ ശക്തിയുള്ളവളാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിക്കുന്നവനാണ്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ നമ്മുടെ മനസ്സിന് കൂടുതൽ ധൈര്യവും പ്രചോദനവും നൽകുന്നതിനൊപ്പം നമ്മളെ വിജയത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുകയും. ഇങ്ങനെയുള്ള ശക്തമായ സെന്റൻസുകൾ, വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ അടിമുടി മാറ്റാനായിട്ട് ഇവ സഹായിക്കും. രണ്ട് രീതിയിലാണ്. ഒന്ന്, മനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനും, രണ്ട്, നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനും മാറ്റാനുമായിട്ടാണ് ഇവ സഹായിക്കുന്നത്. അതായത് നമ്മളുടെ ഇത്രയും നാളും നമ്മൾ ജീവിച്ചത് എങ്ങനെയാണോ അത് വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് പാത്വേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് പല വഴികളുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു കാട് പിടിച്ചു കിടക്കുന്ന ഒരു പാടത്ത് കൂടെ നമ്മൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വഴി ഉണ്ടാവും? ഇല്ല. പക്ഷെ നമുക്ക് അവിടേക്ക് എത്താൻ ചിലപ്പോൾ വേറെ പല വഴികളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകാൻ, ഷോർട്ട് കട്ട് ആയിട്ട് പോകാനായിട്ട് ഈ കാടിനുള്ളിലൂടെ പോയാൽ മതിയാകും. ഒരു ദിവസം നമ്മളത് വെട്ടിത്തെളിച്ച് നടന്ന്, ഒരു ദിവസം നടന്നു, 2 ദിവസം നടന്നു, 1 മാസം സ്ഥിരമായി നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പുല്ല് പിടിച്ച് കിടന്ന സ്ഥലത്തിന് നടുക്ക് കൂടി ഒരു വഴി, ഒരു ഷോർട്ട് കട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ പുല്ല് പിടിച്ച് കിടക്കുന്ന വയലിന്റെ നടുക്കൂടെ നമ്മൾ സ്ഥിരമായിട്ട് നടന്നു കഴിയുമ്പോൾ ബാക്കി 2 സൈഡിലും പുല്ലും നടുവിലൂടെ മാത്രം വഴി രൂപപ്പെട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ട പുതിയ പാതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അതായത് ബ്രെയിനിന്റെ റീവയറിംഗ് നടത്താനായിട്ട് അഫർമേഷൻസ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ കുറയുകയും അവിടെ പോസിറ്റീവ് ചിന്തകൾ വരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയുകയും നമുക്ക് കൂടുതൽ മനഃശാന്തി കൈവരികയും ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സഹായിക്കും.
ഈ അഫർമേഷൻസ് യൂസ് ചെയ്യും. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അഫർമേഷൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് മനസ്സിൽ ആരോഗ്യകരമായ ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ മെച്ചപ്പെടുകയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് കിട്ടുകയും കൂടുതൽ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ പ്രചോദിപ്പിക്കാനും കൂടുതൽ പോസിറ്റീവ് എനർജിയിലേക്ക് പോകാനുമുള്ള ഒരു ഉത്തേജനം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക. ഓരോ അഫർമേഷൻസും നമ്മള് വേർഡ്സിലാണ് പറയുന്നത്, അല്ലെ? നമ്മളുടെ ഓരോ വേർഡ്സിനും പവർ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന രീതിയെ പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് വഴി നമ്മുടെ ബ്രെയിനിൽ ഒരു പാത ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് വേണ്ട മാറ്റങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുകയുമാണ് അഫർമേഷൻസ് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ സമ്പന്നനും സന്തുഷ്ടനുമാണ്, അല്ലെങ്കിൽ ഞാൻ സമ്പന്നയും സന്തുഷ്ടയുമാണ്. ഈ ഒരു കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സമ്പത്തിലേക്കും സന്തുഷ്ടിയിലേക്കുമാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഫോക്കസ്ഡ് ആക്കുക. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബ്രെയിനിനെ സഹായിക്കുകയാണ് ചെയ്യുക. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ചു നേരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം, ധ്യാനിച്ചതിന് ശേഷം നമ്മുടെ അഫർമേഷൻസ്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അഫർമേഷൻസ് എടുത്തിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് വായിക്കുക. മനസ്സിൽ വളരെയധികം വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. നമ്മള് ഇപ്പൊ യോഗയും ധ്യാനവും പ്രാണായാമവും ഒക്കെ ഒന്നിച്ചു ചേർത്ത് അതോടൊപ്പം അഫർമേഷൻസ് യൂസ് ചെയ്താൽ വളരെയധികം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് കാണാറുണ്ട്. നമ്മൾ അഫർമേഷൻസ് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് പതിയുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നത് കാണാം. അഫർമേഷൻസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസവും അതോടൊപ്പം നമ്മൾ വായിക്കുന്നത് എന്താണോ അതിനെ നമുക്ക് മനസ്സിൽ കാണാനും കൂടെ, വിഷ്വലൈസ് ചെയ്യാനും കൂടെ കഴിയുകയാണെങ്കിൽ അഫർമേഷൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്നവയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് നന്ദി. ആ ജോലിയുടെ എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ആ രീതിക്ക് നിങ്ങൾ അഫർമേഷൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ അഫർമേഷൻസ് ഫോം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ഫോം ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നല്ല ആരോഗ്യം അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യമുള്ളതിന് നന്ദി. അതിന് പകരം എന്റെ രോഗം മാറി കിട്ടിയതിന് നന്ദി എന്ന് എഴുതരുത്. കാരണം രോഗം എന്നുള്ളത് നെഗറ്റീവാണ്. രോഗം മാറി കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരിക്കലും ആ രോഗം മാറി കിട്ടി എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോൾ രോഗത്തിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. അതായത് നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീണ്ടും കാണുക. അത് നിങ്ങൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഞാനൊരു കരിങ്കുരങ്ങിന്റെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സെയിം തിങ് ആണ് വരിക. അതായത് നമ്മൾ പറയുന്ന നോകളൊന്നും നമ്മുടെ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല. എനിക്ക് എന്ത് വേണം എന്നാണ് ഞാൻ പറയുന്നത്, നോകൾ പറയുന്നില്ല. അപ്പൊ രോഗം മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ രോഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആരോഗ്യമായിരിക്കണം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും അഫർമേഷൻസ് പോസിറ്റീവായിട്ട് വേണം ഫോം ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. മറുപടി വാട്സപ്പ് ഗ്രൂപ്പിൽ തരുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്റെ ബന്ധങ്ങൾ സന്തോഷകരവും സമാധാനകരവുമാണ് എന്ന് പറയാം. ധനം വേണ്ടവരാണെങ്കിൽ സമ്പത്ത് എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. ഞാൻ സമ്പത്തുള്ളവനാണ് അല്ലെങ്കിൽ ഞാൻ സമ്പത്തുള്ളവളാണ്. ഇങ്ങനെ ഓരോന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എഴുതി അത് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ദിവസവും 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ചെലവഴിച്ചാൽ മതിയാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ട്.
അഫർമേഷനുകൾ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തമായ ഒരു മാർഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറും 5-10 മിനിറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് അഫർമേഷൻസ്. നിങ്ങളുടെ പ്രയാസങ്ങൾ മറികടന്ന് നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്ന ഒരു പാതയാണിത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പല പ്രാർത്ഥനകളും കേൾക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ക്യാൻസൽ, ബുദ്ധിമുട്ട്, പ്രയാസം, പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ക്യാൻസൽ എന്ന് അപ്പോൾ തന്നെ പറയുക, അതിനെ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി വരുത്താൻ ഇന്ന് തന്നെ ആരംഭിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.